ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കല്യാണത്തിന് നല്ല ഒന്നാന്തരം പായസം കുട്ടിയുള്ള ഉഗ്ര സദ്യനെ ഒരുക്കുന്നുണ്ട്. വന്ന് നക്കിട്ട് പോവാം. ഞാൻ വരുന്നുണ്ട്. അത് പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കല്യാണ സദ്യ ഉണ്ണാനല്ല. നിങ്ങളുടെ 16 അടിയന്തരത്തിന്റെ ഇല മുറിക്കാൻ. എന്റെ ഭർത്താവിനെ സ്വന്താക്കാനുള്ള നിന്റെ ആ സ്വപ്നം ഉണ്ടല്ലോ, അത് ഈ ജന്മത്ത് നടക്കില്ല. ഭർത്താവെന്ന് പറയുന്നത് ഒരു വെറും വാക്കല്ല, അതൊരു സ്ഥാനമാണ്. അത് നാവിലല്ല, ഹൃദയത്തിലാ വേണ്ടത്. ഒരു കാലത്തും നീ എനിക്ക് ആ സ്ഥാനം തന്നിട്ടില്ല. എന്നിട്ടും താലി കെട്ടിയതിന്റെ പേരിൽ നിനക്ക് ഞാൻ എന്റെ ഭാര്യയുടെ സ്ഥാനം തന്നു. 7 വർഷത്തെ പീഡനത്തിന്റെ ഓർമ്മകൾ ഞാൻ മറന്നു. എന്നിട്ട് നീ നന്നായില്ല. നെല്ലിശ്ശേരി വീടിനെയും ഞങ്ങളെ ഇല്ലാതാക്കാനായിരുന്നു നിന്റെ ലക്ഷ്യം. നിന്റെ യഥാർത്ഥ മുഖം ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി. ഇവളെ വിവാഹം കഴിക്കാൻ തന്നെയാ എന്റെ തീരുമാനം. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അത് നടക്കില്ല, നടത്തില്ല. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കൊല്ലേണ്ടി വരും. നീ അനുഭവിക്കും, നോക്കിക്കോ. ഇനി മീരടുത്ത് എവിടെ നിന്ന് ആഹാരം കൊണ്ടുവരണമെന്നില്ല. ഞങ്ങൾ ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങിച്ചോളാം. വെറുതെ എന്തിനാ എടുത്ത് ബുദ്ധിമുട്ടുന്നത്? എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. എല്ലാ ദിവസവും ഞാൻ ആഹാരം കൊണ്ടുവന്നോളാം. നിങ്ങൾ അതൊന്ന് കഴിച്ചു തന്നാ മതി. ആ കോടതി വിധി അനുകൂലമായിട്ട് വന്നത് മുതൽ ഇവളെ നിന്റെയും കുഞ്ഞിന്റെയും വലിയ ഫാനാ. ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം, അതാണ് ഇവളുടെ ലൈൻ. അങ്ങനെ വെറുതെ മീരടുത്തെ കളിയാക്കണ്ട. അവന്തികയുടെ കുത്തിത്തിരിപ്പില് ഒന്ന് വീണുപോയെന്നേ ഉള്ളൂ. അല്ലാതെ ഉള്ളിലൊന്നുമില്ലാന്ന് ഞാൻ കറിഞ്ഞൂടെ? അങ്ങനെ പറഞ്ഞു കൊടുക്ക സച്ചി. ഈ അനുപേട്ടന് എന്നെ ഒരു വിലയുമില്ല. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ കൊച്ചിനിടാൻ വല്ല പേരും കണ്ടുപിടിച്ചോ? നിങ്ങളെന്താ കണ്ണി കണ്ണി നോക്കുന്നോ? ഇതുവരെ പേരൊന്നും കണ്ടുപിടിച്ചില്ലേ? ഞങ്ങള് അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല. ഒരു നല്ല പേര് കണ്ടുപിടിക്കണം. എന്നാലേ ഞാനൊരു നല്ല പേര് കണ്ടുപിടിച്ചു തരാം. എന്റെ പൊന്നെ, വേണ്ട. എന്റെ മണ്ടത്തരങ്ങളൊന്നും ഇങ്ങോട്ട് എഴുന്നള്ളിക്കണ്ട. എന്താണ് ബേട്ടാ, എടുത്ത് നല്ലൊരു പേര് കണ്ടുപിടിക്കും. ഇപ്പൊ എന്തായി? ഇവർക്ക് 2 പേർക്കും എന്നെ നല്ല വിശ്വാസം. നിങ്ങൾക്ക് മാത്രമേ എന്നെ ഒരു വിലയില്ലാതെ ഉള്ളൂ. നിന്റെ വിഡ്ഢിത്തരം എന്നെ പോലെ ഇവർക്കൊന്നും അറിയില്ലല്ലോ. വാ പോവാം. സച്ചി, എന്നാ ഞങ്ങൾ ഇറങ്ങാം. ബേട്ടാ, പോയിട്ട് വരാം മോളെ. ശരി ഏട്ടാ. എന്തായാലും മീരടുത്തെ ആകെ മാറി. ഇനി ഇതിന്റെ പേരിലേ ഏടത്തി അങ്ങ് ചെല്ലുന്നത് വരെ അനുപേനോട് വഴക്കിടും. ഹേയ്, അങ്ങനൊന്നും ഉണ്ടാവില്ല. നാളെ രാവിലെ പെരുവണ്ണാവൂർത്തപ്പന്റെ അമ്പലത്തിൽ പോണം. ഉണ്ണിക്കണ്ണന്റെ മുമ്പിൽ ശയന പ്രദക്ഷിണം നടത്തണം. എനിക്ക് മനസ്സിലായി. ലക്ഷ്മി പറഞ്ഞിട്ടല്ലേ ഈ ശയന പ്രദക്ഷിണം നടത്തുന്നേ? പഴയ ഓർമ്മകളല്ലേ, കൊള്ളാം. നീ കുറച്ചു ദിവസമായി എന്നെ ഇങ്ങനെ കളിയാക്കുന്നു. നിന്നെ ഇന്ന് ഞാൻ
ഇനി അങ്ങനെ പറയൂ. പറയോ? ഇല്ല. ആ? ഞാനേ എന്റെ ഫോൺ എടുക്കാൻ മറന്നു. ആ അപ്പൊ ശരി. അതെ, സർജറി കഴിഞ്ഞ് കിടക്കുന്ന പെണ്ണാ, അത് ഓർമ്മ വേണം രണ്ടുപേർക്കും. നീ കാരണമല്ലേ നിന്നെ ഞാൻ കൃഷ്ണ, ഗുരുവായൂരപ്പ, എന്റെ അർച്ചനയും കുഞ്ഞിനെയും ഒരു കുഴപ്പം കൂടാതെ തിരിച്ചു തന്നതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എന്നാലും അപകടം മാറിയിട്ടില്ല. ഇനിയും അവർക്കൊന്നും വരാതെ കാത്തോളണേ. എന്റെ അർച്ചനയ്ക്കും കുഞ്ഞിനും വേണ്ടി അവിടുത്തെ മുമ്പിൽ ഞാൻ ശയനപ്രദക്ഷിണം സമർപ്പിക്കുന്നു. ലച്ചു